ഹായ് ഫ്രണ്ട്സ്, ഹൗ ടു ബി ഹാപ്പി ആൾവേസ്. നമുക്ക് എങ്ങനെ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കാൻ പറ്റും? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ പലവിധ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സന്തോഷത്തിൻ്റെ ഹോർമോൺസും. എന്തൊക്കെയാണ് സന്തോഷത്തിൻ്റെ ഹോർമോൺസ്? സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ, എൻഡോർഫിൻ. ഇതിനെയൊക്കെയാണ് ഹാപ്പി ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെഗുലർ എക്സസൈസ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കുറച്ച് സമയം 20 to 30 minutes എക്സസൈസിന് വേണ്ടി കണ്ടെത്തുക തന്നെ വേണം. അതിപ്പോൾ വെദർ ഇറ്റ് ഈസ് ജോഗിങ്, റണ്ണിങ് ഓർ എനി ഗെയിംസ്, ഫുട്ബോൾ, ടെന്നീസ് ഓർ യോഗ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ. സെക്കൻഡ്, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. നമ്മുടെ ഡേ ടു ഡേ വർക്കിന് നമ്മുടെ ബോഡിയും മൈൻഡിനും ഒക്കെ റിലാക്സേഷൻ ആവശ്യമാണ്. അപ്പം അതിനുള്ളൊരു റിലാക്സേഷനാണ് സ്ലീപ്പിലൂടെ കിട്ടുന്നത്. അത് എന്തായാലും വേണ്ടതാണ്. ദെൻ പ്രോപ്പർ ഡയറ്റ്. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ശരീരമാവുന്നത്. അത് നമ്മുടെ മനസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൽ പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ ബ്ലഡിലേക്കുള്ള ഷുഗറിൻ്റെ പമ്പിങ് വളരെ സ്ലോ ആയിരിക്കും. കൂടുതൽ സമയം നമുക്ക് എനർജി കീപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതായത് നമുക്ക് ദാഹമുള്ളപ്പോൾ നമ്മുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ വർക്ക് ചെയ്തിട്ട് വെള്ളം കുടിക്കുക എന്ന് വിചാരിക്കരുത്. നമുക്ക് എപ്പോഴൊക്കെ ദാഹമുണ്ടോ അപ്പോൾ എല്ലാം വെള്ളം കുടിച്ചിരിക്കണം. ഓക്കെ. ദെൻ സ്റ്റേ ടൈം ഔട്ട്ഡോഴ്സ്. അതായത് നമ്മൾ ഇപ്പോൾ വർക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാണ്, അല്ല നമ്മുടെ ഓഫീസിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം, ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അതിപ്പോൾ കാലത്തുള്ള വാക്കിംഗ് ആവാം, ഇല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ വരാന്തയിലോ ബാൽക്കണിയിലോ ഇരുന്നിട്ടുള്ളതാവാം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ പുറത്ത് നാച്ചുറായിട്ട് കണക്റ്റഡ് ആവാനുള്ള, എസ്പെഷ്യലി സൺലൈറ്റ് കൊള്ളുന്ന രീതിയിൽ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഉത്തമമാണ്. ഓക്കെ. ദെൻ ലിസണിങ് മ്യൂസിക്. മ്യൂസിക് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് മ്യൂസിക് കേൾക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ എൻഗേജ് ഇൻ ഹോബീസ് ആൻഡ് പാഷൻ. നമുക്കെല്ലാം ചെറുപ്പത്തിൽ പലവിധ ഹോബീസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ബിസി ലൈഫിൽ അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ അതെല്ലാം പൊടി തട്ടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാഷൻ, അഭിരുചിക്കനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ഇതെല്ലാം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സ്പെൻഡിങ് ടൈം വിത്ത് അവർ ലവ്ഡ് വൺസ്. അതിലിപ്പോൾ നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ഒരു സമയം ചിലവഴിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സ്, അല്ലെങ്കിൽ പ്ലാന്റ്സ്, അങ്ങനെയൊക്കെയുള്ള സമയം ചിലവഴിക്കുന്നതെല്ലാം അതിൽ വരും. ഇതെല്ലാം നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ബൂസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. ദെൻ ഗിവ് ആൻഡ് റിസീവ് ഗിഫ്റ്റ്സ്. നമ്മൾ ഗിഫ്റ്റുകൾ അങ്ങോട്ടേക്ക് കൊടുക്കാനും അതുപോലെ ചെറിയ ഗിഫ്റ്റുകൾ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാനും തയ്യാറായിരിക്കണം. ഇപ്പോൾ നമുക്കൊരു ചെറിയ ചോക്ലേറ്റ് ആണെങ്കിൽ പോലും ഒരാൾക്ക് വെറുതെ കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവും. അതിൽ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റാണുള്ളത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദെൻ പ്രാക്ടീസ് അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നന്ദി നമ്മൾ പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർ ഏതെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കാനും തയ്യാറാണ്. ഇതുപോലുള്ള നമ്മൾ മെൻ്റൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും സപ്പോർട്ടാണ്. അത് നമ്മുടെ തന്നെ ഉള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജി കൂട്ടും, ഹാപ്പി ഹോർമോൺസ് കൂടും. ദെൻ നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആകുമ്പോഴും, അതായത് നമ്മൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ വളരെ നല്ല രീതിയിൽ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ് ശരീരത്തിൽ കൂടും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കില്ലേ എന്ന്. ഉത്തരം ഇല്ല എന്നാണ്. കാരണം സന്തോഷമായിരിക്കുന്ന ആളുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവർ ഈ പറഞ്ഞ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. താങ്ക് യു.